പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്യൂ സ്പോട്ടിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ ഖുർആനിൽ സ്വാലിഹ് നബിയെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വാലിഹ് നബിയുടെ കഥ പറയുന്നിടത്ത് സ്വാലിഹ് നബിയുടെ ഒട്ടകത്തെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. അള്ളാഹുവിനെക്കുറിച്ച്, അള്ളാഹുവിന് വഴിപ്പെടേണ്ട ആവശ്യങ്ങളെക്കുറിച്ച് സ്വാലിഹ് നബി തൻ്റെ ജനതയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ ആ നാട്ടുകാർ സ്വാലിഹ് നബിയോട് പറയുന്നുണ്ട്, നീ ഞങ്ങളെപ്പോലെ തന്നെ ഒരു സാധാരണ മനുഷ്യനാണ്, നിനക്കെന്ത് പ്രത്യേകതയാണ്? നീ പറയുന്നത് സത്യമാണെങ്കിൽ, നീ അള്ളാഹുവിൻ്റെ ദൂതനാണെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിച്ചു തരണം. ആ കാണുന്ന പാറയിൽ നിന്ന് ആ പാറ പിളർത്തി ഒരൊട്ടകം പുറത്തേക്ക് വരണം. അപ്പോൾ സ്വാലിഹ് നബി ചോദിച്ചു, എന്നാ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ ദൃഷ്ടാന്തം കണ്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു പറവോ, ഞങ്ങൾ വിശ്വസിക്കും. അപ്പോൾ അവർ വിചാരിച്ചത് ഇങ്ങനത് ഒരിക്കലും സംഭവിക്കൂല, പാറ പിളർന്നിട്ടൊരു ഒട്ടകം വരിക എന്നുള്ളത് അസംഭവ്യമാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ, ഞങ്ങൾ വിശ്വസിക്കും. അപ്പോൾ ഇവർ നോക്കി നിൽക്കെ ആ വലിയ പാറ മെല്ലെ മെല്ലെ പിളർന്ന് ആ പിളർപ്പിൽ നിന്ന് ഒരു ഒട്ടകം പുറത്തേക്ക് വന്നു. നാക്കത്തുള്ള, അള്ളാഹുവിൻ്റെ ഒട്ടകം എന്നാണ് ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ തന്നെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു ഒരു ഒട്ടകത്തെ അവർക്ക് ആ പാറയിൽ നിന്ന് നൽകുന്നത്. 1-2 കണ്ടീഷനും വെച്ചു. ഈ ഒട്ടകത്തെ ആരും ഉപദ്രവിക്കാൻ പാടില്ല. ഈ ഒട്ടകം വെള്ളം കുടിക്കുന്ന ദിവസം നിങ്ങളോ നിങ്ങളുടെ കാലികളോ വെള്ളം കുടിക്കാൻ പാടില്ല. ഒരു ദിവസം ഈ ഒട്ടകത്തിന് വെള്ളം കുടിക്കാനുള്ള ദിവസമാണ്. അടുത്ത ദിവസം നിങ്ങളും ഈ ഊഴം നിങ്ങൾ തെറ്റിക്കരുത്. തെറ്റിച്ചാൽ, ഈ ഒട്ടകത്തെ നിങ്ങൾ ഉപദ്രവിച്ചാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് വരും. അപ്പം ഇവർ തന്നെ ആവശ്യപ്പെട്ട ഒരു ദൃഷ്ടാന്തമായതിനാൽ അവർക്കതിന് അംഗീകരിക്കാതിരിക്കാൻ പറ്റിയില്ല. അവർ കുറച്ചു കാലം അങ്ങനെ മുന്നോട്ട് പോയി. പിന്നീട് അവർ ഗൂഢാലോചന നടത്തി, നമുക്ക് ഈ ഒട്ടകത്തെ കൊന്നുകളയാം. വലിയ പ്രശ്നമാണ് നമുക്ക് വെള്ളമെടുക്കാൻ പറ്റുന്നില്ല, വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, ഈ ഒട്ടകത്തെ നമുക്ക് കൊന്നുകളയാം. ഖുർആനിൽ ആ നാട്ടിലെ സമൂദ് സമൂഹത്തിന് വേണ്ടിയാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാം വന്നത്. ആ സമൂഹത്തിൽ 9 അംഗ ഗുണ്ടാ സംഘത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഈ ഗുണ്ടാ സംഘം ഗൂഢാലോചന നടത്തിയിട്ട് ഒട്ടകത്തെ വകവരുത്താൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവരത് ചെയ്തു. അള്ളാഹുവിൻ്റെ കൽപ്പനയെ അവർ ധിക്കരിച്ചു, പ്രവാചകൻ്റെ നിർദ്ദേശത്തെ അവർ ധിക്കരിച്ചു. ആ ഒട്ടകത്തെ അവർ കൊന്നു. ഒട്ടകത്തെ കൊല്ലുക മാത്രമല്ല, സ്വാലിഹ് നബിയെയും സ്വാലിഹ് നബിയുടെ കുടുംബത്തെയും കൊല്ലണമെന്ന് അവർ പ്ലാൻ ചെയ്തു. ഏതായിരുന്നാലും ഈ ഒട്ടകത്തെ കൊന്ന ഉടനെ തന്നെ സ്വാലിഹ് നബി സമൂദിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ സമയം ഇനി 3 ദിവസം മാത്രമാണ്. 3 ദിവസത്തിന് ശേഷം അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് വരും. അപ്പം ഇവർ സ്വാലിഹ് നബിയെ വെല്ലുവിളിക്കുന്നുണ്ട്, ഇതാ ഞങ്ങൾ ഒട്ടകത്തെ കൊന്നു, എവിടെയാണ് നീ പറയുന്ന ശിക്ഷ? എവിടെ? കാണിക്ക്, നീ വലിയ പ്രവാചകനാന്ന് പറയുന്നുണ്ടല്ലോ, ഇതാ ഞങ്ങൾ ഒട്ടകത്തെ കൊന്നിരിക്കുകയാണ്, ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, വേണമെങ്കിൽ നിന്നെയും കൊല്ലൂ, എന്നാൽ നിൻ്റെ ശിക്ഷ എവിടെ? അപ്പം നബി പറഞ്ഞത് 3 ദിവസം കാത്തിരിക്കൂ. അങ്ങനെ 3-ാമത്തെ ദിവസം പ്രഭാതത്തിൽ ഘോരമായ ഒരു ശബ്ദമുണ്ടാവുകയും അവരുടെ മേൽപ്പൂര അടക്കം തകർന്നു വീണ് ആ മനുഷ്യരവിടെ മരിച്ചു വീഴുകയാണ്. സ്വാലിഹ് നബിയും കൂട്ടുകാരും ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരു പ്രദേശത്തേക്ക് പോകുന്നുമുണ്ട്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സ്വാലിഹ് നബിയുടെയും സ്വാലിഹ് നബിയുടെ ഒട്ടകത്തിൻ്റെയും കഥയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നമ്മൾ അനുസരിക്കുക, നമ്മൾ ധിക്കാരികളായ സമൂഹമാവാതിരിക്കുക, അതിരുവിട്ട് പ്രവർത്തിക്കുന്നവരാവാതിരിക്കുക, ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാവുക, അഹങ്കാരമില്ലാത്ത ധിക്കാരമില്ലാത്ത മനുഷ്യരാവുക. ഈ പാഠങ്ങൾ നമ്മൾ ഈ കഥയിൽ നിന്ന് പഠിക്കുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.